ഇന്നത്തെ കാലത്തെ ആൺ പെൺ വേർതിരിവില്ലാതെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ഇൻ ടോക്സിക് റിലേഷൻഷിപ്പ്. നിങ്ങളും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലല്ലേ? പുറത്ത് പറയാതെയും പറഞ്ഞിട്ട് നമ്മളെ മനസ്സിലാക്കാതെയും യു ആർ ബീങ് കോർണേഡ്. കറക്റ്റ് അല്ലേ? നമ്മൾ ഒരുപാട് ഇൻസിഡൻസ് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറും വിളിച്ചിട്ട് എന്താ എവിടെ എങ്ങനെയെന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല. സംശയം പോട്ടെ, ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാനോ ഒരു മീ ടൈമോ അല്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എഫേർട്ട്, ടൈം, എനർജി വേറൊരാൾ കൺട്രോൾ ചെയ്യുമ്പോൾ വേർ ഇസ് യുവർ സെൽഫ് റെസ്പെക്റ്റ്? ഓരോ സെക്കൻഡും നമ്മൾ ആലോചിക്കും അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണം എന്നുള്ള കാര്യം. പക്ഷേ വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് യു? പേടി, വെറും പേടി. എന്താകും, അയാൾ എന്ത് പറയും, എന്നെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. സത്യമല്ലേ? ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ വയ്ക്കുക, ദ പെയിൻ ഇസ് റിയൽ. അതുപോലെ തന്നെ യുവർ ഡ്രീം, യുവർ പാഷൻ, യുവർ ലൈഫ് എല്ലാം റിയലാണ്. ചുമ്മാ ഈ ലൂപ്പിൽ പെട്ട് നരകിച്ച് കളയേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. റൈസ് അപ്പ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ലൈഫ്, നിങ്ങളുടെ ഫ്രീഡം, നിങ്ങളുടെ പവർ, അതെല്ലാം നമുക്ക് നേടിയെടുക്കണം. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഈ പറഞ്ഞവരെ കൊണ്ട് തന്നെ നിങ്ങൾ പറയിപ്പിക്കണം, എന്ത്, അവൻ അല്ലെങ്കിൽ അവൾ ഇസ് ഫയർ. ഈ ഫയർ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം ടു ഫോളോ യുവർ ഡ്രീം, ടു ലിവ് യുവർ ലൈഫ് ആൻഡ് ടു എൻജോയ് യുവർ ഫ്രീഡം. കഴിവിനാൽ എതിരാളി തളരട്ടെ. ഹര ഹരം ഇത് തുടർ